അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അനീഷ്. ഞാൻ വരുന്നത്, എൻ്റെ നാട് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ പടുപ്പ് എന്ന ഇടവകയിൽ നിന്നാണ് ഞാനുള്ളത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2022 ഏപ്രിൽ 16 തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കാസർഗോഡായിരിക്കുമ്പോൾ എൻ്റെ വൈഫ് ആശയ്ക്ക് മൂക്കിൻ്റെ 2 പതയും ബ്ലോക്കായിട്ട്, വളവ് വന്നിട്ട് ഫുള്ള് കംപ്ലീറ്റ് ബ്ലോക്കായിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ സർജറി ചെയ്യണം, അല്ലെങ്കിൽ സൈനോസിസ് ആകും, അതുകൊണ്ട് ഉടനെ സർജറി ചെയ്യണം, താമസിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുട്ടികളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ലാത്തതുകൊണ്ട് എൻ്റെ ഭാര്യ വീട് കോട്ടയത്താണ്. കോട്ടയത്തേക്ക് വരികയും മമ്മിയിൽ നിന്ന്, ആശയുടെ എൻ്റെ വൈഫിൻ്റെ അമ്മ മമ്മിയിൽ നിന്ന് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കാനായിട്ട് വരികയുണ്ടായി. വരുമ്പോൾ ഞാൻ എൻ്റെ വൈഫ് ആശയോട് പറഞ്ഞു, നീ ഉടമ്പടി എടുത്തോണം, ഞാൻ എടുക്കുകയില്ല. കാരണം എൻ്റെ ഒരു മനോഭാവം വേറെ ലെവലായിരുന്നു. മാതാവിനെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങളും എൻ്റെ വിചാരങ്ങളും ഉണ്ടായിരുന്നത്, തിരുസഭ മാതാവിന് ഒത്തിരിയേറെ പരിഗണന കൂടുതലായിട്ട് കൊടുക്കുന്നു, മാതാവിനെ കൂടുതലായിട്ട് പരിഗണിക്കുന്നു, യേശുവിനേക്കാളും കൂടുതൽ പരിഗണന കൊടുക്കുന്നു. അതുകൊണ്ട് മാതാവ്, ഈശോ കഴിഞ്ഞിട്ടുള്ള സാധനമേ മാതാവിനുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട, ഡയറക്റ്റ് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, ഇതിന് ഇടയ്ക്കൊരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊരു ചിന്താധികാരനായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, നീ തന്നെ ഉടമ്പടി എടുത്തോളുക, ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വരികയും ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു തോന്നൽ തോന്നി, ഞാൻ തന്നെ ഉടമ്പടി എടുക്കാം. ഞാൻ പെട്ടെന്ന് ഇവരോട് പറഞ്ഞു, ഞാനാണ് ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് അന്ന് വൈകുന്നേരം, അന്ന് ഞങ്ങൾ ഇവിടുന്ന് ഒരു 3 മണി സമയത്തോടെയാണ് തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുമ്പോഴത്തേക്കും ഇവളുടെ 2 മൂക്കും ഓപ്പണായി കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ഇവളെ കോട്ടയത്തുള്ള ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഇവളുടെ മൂക്കിന് യാതൊരു കുഴപ്പമില്ല, നിലവിൽ അവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട യാതൊരു അവസ്ഥയും കാണുന്നില്ല. അങ്ങനെ ദൈവം ഞങ്ങളെ ആദ്യമായിട്ട് അനുഗ്രഹിച്ചു. ഞാൻ ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ അയർലൻഡിൽ പോകാനുള്ള എൻ്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ 2 പേരുടെയും വർക്ക് പെർമിറ്റ് 2 പ്രാവശ്യം രജിസ്ട്രേഷനായി. ആകപ്പാടെ നിരാശയിലേക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തു. 3 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു 2 മാസത്തോടെ ഞങ്ങളുടെ വർക്ക് പെർമിറ്റിൻ്റെ ഞങ്ങൾക്ക് 2 പേർക്കും വർക്ക് പെർമിറ്റ് അപ്രൂവലായി കിട്ടി. അതുപോലെ തന്നെ 2023 ഓഗസ്റ്റ് മാസം 21 തീയതി അയർലൻഡിൽ വെച്ച് ഒരു ധ്യാനമുണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ എൻ്റെ ഭാര്യ ആശ ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി ഞങ്ങൾ കുടുംബസമേതം ഉടമ്പടി ആ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ആശ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആ ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അതെന്ന് വെച്ചാൽ നിയോഗമായിരുന്ന അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് വളരെയേറെ കഷ്ടപ്പാടാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഡ്രൈവിംഗ് ചെയ്യുമ്പം പൊതുവേ നന്നായിട്ട് പേടിയുള്ള ഒരാളാണ്. അപ്പോൾ പേടിയുള്ള കൂട്ടത്തിൽ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർക്ക് പോലും 8-10 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടെങ്കിലേ കിട്ടത്തുള്ളൂ. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഞാൻ കൃപാസന മാതാവിൻ്റെ തൈലം എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ചൊല്ലി, കൂടാതെ ഞാൻ കുറച്ച് ഉപ്പെടുത്ത് മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് ഒരു ടിഷ്യൂവിനകത്ത് പൊതിഞ്ഞിട്ട് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടു ഒരു ധൈര്യത്തിന്. അതുകൂടാതെ നമ്മുടെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഒരു ചെറിയൊരു നൂലെ കെട്ടിയിട്ട് ഞാൻ ഇടങ്കൈനാണ്. അപ്പോൾ എൻ്റെ ഈ ഇടത് വിരലിൽ ഞാനിങ്ങനെ ചേർത്ത് വെച്ചു. കാരണം എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ഇടത് കൈയാണ് വശം, കൂടുതൽ വശം. അപ്പോൾ എന്നെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ പ്രാർത്ഥനയിൽ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്ട്രക്ടർ ടെസ്റ്റ് ചെയ്ത ആൾ എന്നോട് പറഞ്ഞു, നിൻ്റെ ഒരു മിസ്റ്റേക്ക് പോലും പുള്ളിക്കാരൻ കണ്ടുപിടിച്ചിട്ടില്ല. പുള്ളിക്കാരൻ എന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് പാസ്സാക്കി തന്നു. അമ്മ മാതാവിന് നന്ദി. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് മക്കളെ കൊണ്ടുവരാനായിട്ടുള്ള ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും മക്കളെ കൊണ്ടുവരാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു. അത് 3 മക്കളുണ്ട് ഞങ്ങൾക്ക്. 3 പേരുടെയും രജിസ്ട്രേഷനായി. അപ്പോൾ അങ്ങനെ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ മക്കളുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഒരു കൊച്ചിൻ്റെ അപ്ലൈ ചെയ്തിട്ട് ഈ കഴിഞ്ഞ 30 തീയതി കൊച്ചിൻ്റെ വിസ അപ്രൂവൽ ചെയ്ത് കിട്ടി. അമ്മ മാതാവിന് നന്ദി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജോലിയുടെ സംബന്ധമായ കാര്യങ്ങളുണ്ടായിരുന്നു. ജോലി
നല്ല ജോലി കിട്ടണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവിടുത്തെ അയർലൻഡിലെ ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലി ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഞാനും വൈഫും കൂടെ ഒരു ബാങ്കിൽ പോയപ്പോൾ ഞാൻ ബാങ്കിൽ നിൽക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന ആളോട് ചോദിച്ചു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചതാണ്. പക്ഷേ ഞാൻ ചോദിച്ചത് ഹെൽപ്പ് ചെയ്യാൻ വന്ന ആൾക്കും മനസ്സിലായില്ല, എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എൻ്റെ ഭാര്യയ്ക്കും മനസ്സിലായില്ല. കാരണം അത്രയ്ക്ക് മോശമായിരുന്നു എൻ്റെ ഇംഗ്ലീഷ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഞാൻ വളരെ സ്റ്റക്കായി പോവായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി. പിറ്റേ ദിവസമാണ് എനിക്ക് ഇൻ്റർവ്യൂ. ഞങ്ങൾ എന്നിട്ട് നേരെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പം ചേച്ചി പറഞ്ഞു, സാരമില്ലടാ, നീ ഒരു കാര്യം ചെയ്യുക, ഇതാ അമ്മ മാതാവ് അവിടെയുണ്ട്, നീ അവിടെ ഇരുന്നോളുക, അമ്മ മാതാവിനെ അടുത്തിരിക്കുക, ഞാൻ നിന്നെ പഠിപ്പിച്ചോളാം. ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകാൻ നേരം ഇതുപോലെ തന്നെ എനിക്ക് ഭയങ്കരത്തിലുള്ള വിശ്വാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഉപ്പും തൈലവും അതുപോലെ തന്നെ കാശുരൂപവും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ മറ്റൊരു ശക്തിക്കും നമ്മളെ തടയാൻ പറ്റില്ല. നമ്മുടെ ടെൻഷനെല്ലാം പാടെ വിട്ടുമാറും. നമ്മൾ ഏത് ലെവലിൽ നമ്മൾ പിന്നെ പെർഫോം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്യും. തൈലവും വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥനയും ചൊല്ലി ഉപ്പും കയ്യിലെടുത്ത് അതുപോലെ തന്നെ കാശുരൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് അവിടെ ചെന്നു. ഇൻ്റർവ്യൂവിന് ഞാൻ കുറേ നേരത്തെ അവിടെ ചെന്നു. നേരത്തെ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അകത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. അവിടെ ചെന്ന് ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഒരു ലേഡി ഇരിപ്പുണ്ട്. 3 പേരുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. ഒരു ലേഡി ഇരിപ്പുണ്ട്. എനിക്ക് നോട്ടത്തിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഒരു മാതാവിനെ പോലെ എനിക്ക് തോന്നുന്നത്. എൻ്റെ കാഴ്ചയിൽ പുള്ളിക്കാരി ഞാൻ എന്തെങ്കിലും ഒരു ആൻസർ പറയാതെ അതിലേക്ക് എത്താൻ താമസിക്കുന്നത് കാണുമ്പോൾ പുള്ളിക്കാരിയുടെ മുഖം അങ്ങോട്ട് മങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആൻസർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഭയങ്കര പ്രസാദിച്ച് വരുന്നു. അപ്പം എനിക്ക് ആ പുള്ളിക്കാരി യാതൊരു പരിചയവുമില്ല. അപ്പം എനിക്ക് മാതാവ് തന്നെയാണെന്നുള്ള വിശ്വാസത്തിൽ ഞാനിരിക്കുകയാണ്. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു, എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസമാണ് വൈഫിന് ഇൻ്റർവ്യൂ. വൈഫിനും അന്നേരത്തിനും ഭയങ്കര ടെൻഷനായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നുകൂടി ഇരുന്നിട്ടൊന്ന് പഠിച്ച് നോക്കി, റിവൈസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചപ്പോൾ നോക്കിയപ്പം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും കുറേ വ്യത്യാസം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അവിടെ ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്തതിനകത്ത് കുറേ വ്യത്യാസങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ടെൻഷൻ കയറി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മാതാവിൻ്റെ മാധ്യസ്ഥയിൽ ഞാൻ അത്യാവശ്യം ഇടയ്ക്ക് മുടനൊക്കെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അപ്പം മദ്യപാനത്തിന് എന്ന് വെച്ചാൽ ഓവറായിട്ട് മദ്യപിക്കില്ല, വല്ലപ്പോഴൊക്കെ മദ്യപിക്കുകയാണ്. അപ്പം ഞാൻ വൈഫിൻ്റെ മുമ്പിൽ വെച്ച് കാശുരൂപം കയ്യിലെടുത്തിട്ട് മാതാവും തിരുക്കുമാരനുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ഇനി ആയുഷ്കാലം ജീവിതാവസാനം വരെ ഞാൻ മദ്യം കഴിക്കില്ല എന്നൊരു ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ വൈഫ് പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പോയപ്പം അവൾ നന്നായി പെർഫോം ചെയ്തു. റിസൾട്ട് വന്നപ്പോഴാണ് ഏകദേശം ഒരു 100 പേര് അറ്റൻഡ് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആയിരുന്നത്. നന്നായിട്ട് ഇംഗ്ലീഷെല്ലാം സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഐറിഷുകാർ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് 2ാമത്തെ റാങ്കും അവൾക്ക് 5ാമത്തെ റാങ്കും നൽകി ഈശോ മാതാവും ഉണ്ണീശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ലാസ്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ അയർലൻഡിൽ. അപ്പം അയർലൻഡ് ഞങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നിലവിൽ പേ സ്കെയിൽ വെച്ചിട്ട് ഞങ്ങളുടെ വരുമാനം വെച്ചിട്ട് ആ ഒരു വീട് മേടിക്കാനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് പുതിയ ജോലിയുടെ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓൺ ദി പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോലിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലോൺ തരാമെന്ന് ബാങ്കിൽ നിന്നുള്ള അറിയിപ്പും കിട്ടി. അപ്പോൾ ഞങ്ങളുടെ അടുത്ത നിയോഗമായിരുന്ന വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അമ്മ മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെയും അനുഗ്രഹം കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ വീട്ടിൽ വളരെയേറെ സമാധാനവും ശാന്തിയും ഉണ്ടാകാൻ തുടങ്ങി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നു. എനിക്ക് ദേഷ്യം ഒത്തിരിയേറെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ എനിക്ക് ബൈബിൾ വായന പണ്ട് തൊട്ടേ അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലായിരുന്നു. കുറച്ചിരി വായിക്കും, ഒരു കൂടി പോയാലൊരു 4-5 സെൻറ്റൻസ് വായിച്ച് കഴിഞ്ഞിട്ട് നിർത്തുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും 1 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ബൈബിൾ വായിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിങ്ങൽ പോലെ എനിക്ക് തോന്നായിട്ടുണ്ട്.
കൂടാതെ എൻ്റെ മക്കളുടെ പലവിധ അസുഖങ്ങളും മാറുകയും കുടുംബത്തിൽ സമാധാനമുണ്ടാകുകയും ഇതിൻ്റെ ഫലമായിട്ട് വീട്ടിലെ കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ട് ചെല്ലുകയും കാര്യങ്ങളെല്ലാം മുന്നോട്ട് നല്ല സുഗമമായിട്ട് പോവുകയും ചെയ്യുന്നു. ഞാൻ ഉടമ്പടി പത്രം ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി വിതരണം നടത്തുകയും അതുപോലെ തന്നെ പല ആൾക്കാരെയും സാമ്പത്തികമായിട്ട് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാതാവ് ഉണ്ണി തിരുകുമാരനും എന്നെ എല്ലാ വിധത്തിലും സഹായിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.